AM മോഡുലേറ്റർ സർക്യൂട്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ മാറ്റം വരുത്തുന്ന മോഡുലേഷൻ ടെക്നിക്കാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അപ്പോൾ മെസ്സേജ് സിഗ്നലിൻ്റെ വേറൊരു പേരാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ. നമ്മൾ കണ്ടതാണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ കാരിയർ വേവ് ഈസ് ചേഞ്ച്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻറ്റൻസിറ്റി ഓഫ് മോഡുലേറ്റിംഗ് വേവ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. നമ്മൾ പറഞ്ഞതാണ് ഈ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ മാത്രമാണ് നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ളത്. കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും ഫേസും കോൺസ്റ്റൻറ്റ് തന്നെയാണ്, അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. AM വേവ് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. AM വേവിന് 2 സൈഡ് ബാൻഡുകളുണ്ട്. അതായത് മുകളിലെ പോർഷനെ നമ്മൾ അപ്പർ സൈഡ് ബാൻഡ് എന്നും താഴത്തെ പോർഷനെ നമ്മൾ ലോവർ സൈഡ് ബാൻഡ് എന്നും പറയുന്ന 2 സൈഡ് ബാൻഡുകളായിട്ടാണ് നമ്മൾ AM വേവിനെ കണ്ടത്. ഇവിടെ AM മോഡുലേറ്റർ സർക്യൂട്ടിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടതുള്ളത്. AM മോഡുലേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് സിംപ്ലി ഒരു ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററാണ്. എന്താണ്? ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററാണ്. എ സിമ്പിൾ സർക്യൂട്ട് ഓഫ് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ ടു പ്രൊഡ്യൂസ് എ ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ്. അപ്പോൾ ഈ AM മോഡുലേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, കോമൺ ആപ്ലിക്കേഷനാണ് മിക്സറായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സിഗ്നലുകളെ തമ്മിൽ മിക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്കിതിനെ ഉപയോഗിക്കാം. ഇവിടെ ഈ ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ സർക്യൂട്ടിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ കപ്പാസിറ്ററും ഇൻഡക്ടറും. കളക്ടറിലാണ് നമ്മളത് കണക്ട് ചെയ്യുന്നത്. കളക്ടറിൽ ഒരു ട്യൂൺഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു LC സർക്യൂട്ട്, ഒരു കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ചേർന്നതിനാണ് നമ്മൾ LC സർക്യൂട്ട് എന്ന് പറയുന്നത്. ആ LC സർക്യൂട്ട് കളക്ടറിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഈ LC ട്യൂൺഡ് സർക്യൂട്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ LC ട്യൂൺഡ് സർക്യൂട്ടിൽ നമുക്കിവിടെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ജനറേറ്റ് ചെയ്യണമല്ലോ. എന്തിനു വേണ്ടിയിട്ട്? മോഡുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരിയർ സിഗ്നൽ നമ്മൾ ജനറേറ്റ് ചെയ്യണം. ആ പ്രോസസ്സ് ഇവിടെ LC ട്യൂൺഡ് സർക്യൂട്ടിൽ, അതായത് ഈ LC ട്യൂൺഡ് ഓസിലേറ്ററിൽ നടക്കുന്നു. അതിനോടൊപ്പം നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് നമ്മൾ മെസ്സേജ് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നു. ഈ മെസ്സേജ് സിഗ്നലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓഡിയോ സിഗ്നൽ എന്ന് പറയുന്നത്. ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദ ബേസ് ഓഫ് എ ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ഓഡിയോ സിഗ്നലും നമ്മൾ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലും അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കളക്ടർ സർക്യൂട്ടിൽ ഒരു ട്യൂൺഡ് സർക്യൂട്ടാണ്. ആ ട്യൂൺഡ് സർക്യൂട്ട് വഴി നമുക്ക് അവിടെ ഒരു ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ ആയിട്ട് നമ്മളത് ആക്ട് ചെയ്യും. അവിടെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, കാരിയർ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് നമ്മൾ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ ഓഡിയോ സിഗ്നൽ കൂടി എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ സർക്യൂട്ട് ദീസ് 2 ഫ്രീക്വൻസീസ് ആർ മിക്സഡ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റൈൻഡ് അക്രോസ് ദി സെക്കൻഡറി ഓഫ് IFT. അങ്ങനെ ഈ കോമൺ ആപ്ലിക്കേഷനായിട്ടുള്ള ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിന്റെ കോമൺ ആപ്ലിക്കേഷനായ മിക്സർ സർക്യൂട്ടായിട്ടാണ് ഇതിവിടെ ആക്ട് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്ത കാരിയർ സിഗ്നലിനെയും നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്ത മെസ്സേജ് സിഗ്നലിനെയും കൂടി തമ്മിൽ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു. ഏത് പ്രകാരം? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ട് നമുക്ക് IFTയുടെ ഔട്ട്പുട്ടിൽ എന്തായിട്ട് കിട്ടുന്നു? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്ത AM വേവ് ആയിട്ട് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നു. ഇനി നമ്മൾ ഈ AM വേവിൻ്റെ V മാക്സും V മിനിമം, ഇതിൻ്റെ മാക്സിമം വോൾട്ടേജും ഈ വേവിൻ്റെ മാക്സിമം വോൾട്ടും മിനിമം വോൾട്ടും കാൽക്കുലേറ്റ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മോഡുലേഷൻ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോഡുലേഷൻ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല മോഡുലേഷൻ ഇൻഡെക്സ് ഈക്വൽ ടു V മാക്സ് മൈനസ് V മിനിമം ഡിവൈഡഡ് ബൈ V മാക്സ് പ്ലസ് V മിനിമം. അങ്ങനെ ഈ സിഗ്നലിൻ്റെ V മാക്സും V മിനിമവും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സും കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് AM മോഡുലേറ്റർ സർക്യൂട്ട് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രോസസ്സ് ഡീമോഡുലേഷൻ എന്ന പ്രോസസ്സാണ്. നമ്മൾ മോഡുലേഷൻ ആണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. മോഡുലേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഡീമോഡുലേഷൻ. Demodulation is the process of extracting the modulating signal from the modulated wave is known as demodulation. മോഡുലേഷൻ ചെയ്ത വേവിൽ നിന്നും
മോഡുലേറ്റിംഗ് വേവിനെ, അതായത് മെസ്സേജ് സിഗ്നലിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്. മോഡുലേഷൻ ചെയ്ത വേവിൽ ക്യാരിയർ സിഗ്നലും ഉണ്ട്, മെസ്സേജ് സിഗ്നലും ഉണ്ട്. അപ്പോൾ ആ ക്യാരിയർ സിഗ്നലിനെ റിമൂവ് ചെയ്യുക, മെസ്സേജ് സിഗ്നലിനെ എന്ത് ചെയ്യുക, അതിനെ മാത്രം എടുക്കുക. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീമോഡുലേഷൻ. വെൻ ദ RF മോഡുലേറ്റഡ് വേവ് സ്ട്രൈക്സ് ദ റിസീവിംഗ് ആന്റിന ദേ ഇൻഡ്യൂസ് RF വോൾട്ടേജ് ഇൻ ദം. നമ്മൾ RF സിഗ്നൽ ആയിട്ടാണ് മോഡുലേറ്റഡ് വേവ് വരുന്നത്, അതായത് ഹൈ ഫ്രീക്വൻസി സിഗ്നലായിട്ട്, റേഡിയോ ഫ്രീക്വൻസി വേവ് ആയിട്ടാണ് വരുന്നത്. അത് ആന്റിനയിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ ആന്റിന എന്ത് ഉണ്ടാക്കുന്നു, ഒരു RF വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു RF വേവ് നമ്മളൊരു ലൗഡ് സ്പീക്കറിലേക്കോ കടത്തി വിട്ടാൽ നമുക്കൊന്നും കേൾക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ കേൾക്കാൻ പറ്റുന്ന ഒരു റേഞ്ചിൽ ഉള്ള ഫ്രീക്വൻസി അല്ല. അപ്പോൾ നമുക്കൊരു നോ എഫക്റ്റ് ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ഓഡിയോ ഫ്രീക്വൻസി ഉൾപ്പെടുന്ന ക്യാരിയർ സിഗ്നലിനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത മോഡുലേറ്റഡ് വേവ് ആയിട്ടാണ് നമുക്ക് ഈ ഇവിടെ റിസീവറിൽ എന്തായിരിക്കുന്നത്, വന്നിരിക്കുന്നത്. അപ്പോൾ ആ സിഗ്നലിനെ നമ്മൾ നേരിട്ട് വേറെ അതിൽ നിന്ന് ഓഡിയോ സിഗ്നലിനെ സെപ്പറേറ്റ് ചെയ്യാതെ അതിനെ നമ്മൾ സ്പീക്കറിലേക്കൊന്നും കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നോ റെസ്പോൺസ് ആയിരിക്കും. അപ്പോൾ അപ്രകാരമുള്ള ആ മോഡുലേറ്റഡ് വേവിൽ നിന്ന് ക്യാരിയർ വേവിനെ ഒഴിവാക്കി മെസ്സേജ് സിഗ്നലിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീമോഡുലേഷൻ എന്ന് പറഞ്ഞത്. ആ ഡീമോഡുലേഷൻ നടക്കുന്നത് റിസീവറിലാണ്. മോഡുലേഷൻ്റെ ഓപ്പോസിറ്റ് പ്രവർത്തനമാണ്. ആ ഡീമോഡുലേഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് സിഗ്നലിനെ എത്തിക്കാൻ വേണ്ടി നമ്മൾ കൂടെ ചേർത്തയച്ച ക്യാരിയർ സിഗ്നലിനെ റിമൂവ് ചെയ്യുന്നതോടുകൂടി ഓഡിയോ സിഗ്നലിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു. അതിന് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഫലമായി അത് സ്പീക്കറിലേക്ക് കൊടുക്കുമ്പോൾ എന്താണോ അവിടെ നിന്ന് നമ്മൾ മൈക്രോഫോൺ വഴി അയച്ചത് അതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി ഡീമോഡുലേഷൻ എന്ന ഒരു കൺസെപ്റ്റ്.